ദേശീയപാത 17 കയ്പമംഗലം 12 മിനി ലോറിക്ക് പുറകിൽ പെട്ടിയോട്ടോ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് സ്വദേശികളായ ഹബീബ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4:30യോടെയാണ് അപകടം. എറണാകുളത്ത് നിന്ന് വടകരയിലേക്ക് ചാക്ക് കയറ്റി പോവുകയായിരുന്ന ലോറിക്ക് പുറകിൽ പെട്ടിയോട്ടോ ഇടിക്കുകയായിരുന്നു. മുൻഭാഗം തകർന്ന വാഹനത്തിൽ കുടുങ്ങിയ 2 പേരെയും നാട്ടുകാരും എക്സ് പ്രവർത്തകരും ചേർന്ന് വളരെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. ഇതിനായി ഓട്ടോ വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. മതിലകം പോലീസ് സ്ഥലത്തെത്തി. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം തിരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിന് വൻ ആധിപത്യം. നിലവിലുള്ള PM സിദ്ദിഖ് തന്നെയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സിദ്ദിഖിന് 30 വോട്ടും എതിരാളിയായ ഐ ഗ്രൂപ്പ് പ്രതിനിധിക്ക് 14 വോട്ടും ലഭിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സുനിൽ അന്തിക്കാട്, KB രണേന്ദ്രനാഥ്, VR വിജയൻ, K ദിലീപ് കുമാർ, അനിൽ പുളിക്കൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ തളിക്കുളം മണ്ഡലത്തിൽ PS സുൽഫിക്കർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർക്ക് നേരെ ആക്രമണം. കൗൺസിലർ CM ബാബുവിനെയാണ് മണ്ണുമാഫിയ സംഘം ആക്രമിച്ചത്. ശനിയാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു സംഭവം. ഇരിങ്ങാലക്കുട ചിറാക്കുളം ബാറിന് സമീപം അനധികൃതമായി കളിമൺ ഖനനം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് മാധ്യമപ്രവർത്തകരോടൊപ്പം എത്തിയതായിരുന്നു ബാബു. അനധികൃത ഖനനം തടയാനെത്തിയ ബാബു ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. സ്ഥലം ഉടമയുടെ ബന്ധുവാണ് ബാബുവിനെ ആക്രമിച്ചത്. മാധ്യമപ്രവർത്തകരെയും മാഫിയ സംഘം ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. പരാതിയെ തുടർന്ന് ഇരിങ്ങാലക്കുട SI അനിൽകുമാർ T മേപ്പുള്ളിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സുന്നി യുവജന സംഘം സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള വിതരണം നടത്തി. കയ്പമംഗലം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോഴിത്തുമ്പ് കോളനി പരിസരത്താണ് കുടിവെള്ള വിതരണം നടത്തിയത്. SSF ജില്ലാ സെക്രട്ടറി PA ആഷിഫ് കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു. PA മുഹമ്മദ് അലി, PA ഉസ്മാൻ, MA ജാഫർ, PA ഇസ്ഹാഖ്, മനാഫ് ഹസനി എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ അതിരൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുന്ന ഈ പുതിയ കാല പ്രതിസന്ധിയിൽ അമിതമായ ഉപഭോഗ സംസ്കാരമാണ് ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് മലയാളികളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവിൽ നിന്നും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ SYSന്റെ നേതൃത്വത്തിൽ മിതവ്യയ സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും അതിലൂടെ ഈ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് മലയാളികളെ കരകയറ്റുന്നതിനും വേണ്ടി ജലമാണ് ജീവൻ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജലസംരക്ഷണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് അവരുടെ മതിലകം മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മരുപ്പച്ച എന്ന് പേരിട്ട വെക്കേഷൻ പഠന ക്യാമ്പിന്റെ ഭാഗമായി ഡോക്ടർ രജിത് കുമാർ ക്ലാസ് എടുത്തു. ഹാപ്പി ഫാമിലി ഇൻ ഇസ്ലാമിക് വ്യൂ എന്ന വിഷയത്തിലാണ് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ഡോക്ടർ രജിത് ക്ലാസ് എടുത്തത്. സ്വന്തം മാതാപിതാക്കളോട് കഴിഞ്ഞ 1 വർഷത്തിനകത്ത് കള്ളം പറഞ്ഞവരാണ്. കള്ളം പറയാത്തവരുണ്ടെങ്കിൽ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ ഒരു കൈ ഇവിടെ കണ്ടില്ല എങ്കിൽ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും, കഴിഞ്ഞ 5 മുതൽ 10 വർഷം കൊണ്ട് നിങ്ങൾ മാതാപിതാക്കളോട് കള്ളം പറയുന്നവരാണ്. ഞാൻ ജസ്റ്റ് 1 വർഷം മാത്രമേ ചോദിച്ചുള്ളൂ. കഴിഞ്ഞ 5 വർഷം മുതൽ 10 വർഷം കൊണ്ട് നിങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിന്നെ നിരന്തരം പറ്റിക്കുന്ന മക്കളായിരിക്കും നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം ആ പടച്ചവന്റെ വചനങ്ങൾ ജീസസ് ക്രൈസ്റ്റിലൂടെ പഠിപ്പിക്കുന്നു. നിന്റെ മാതാപിതാക്കൾ എങ്ങനെ ഇരിക്കോ അങ്ങനെ ഇരിക്കും നീ എന്ന്. എനിക്ക് ഈ നാളെ പെട്ടിയിലാവാൻ പോകുന്ന മാതാപിതാക്കളെ ഉദ്ദേശിച്ചു. വണ്ടിയിൽ മറന്നുവെച്ച പൊന്നും പണവും അടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരിച്ചു നൽകി വാടാനപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവർ മാതൃക കാട്ടി. വാടാനപ്പള്ളി സെന്ററിലെ ജനതാ ഓട്ടോയുടെ ഡ്രൈവർ മാങ്ങൻ വീട്ടിൽ MA ഇനാസ് ആണ് മാതൃക കാട്ടിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വാടാനപ്പള്ളിയിൽ നിന്ന് മൊയ്തീൻ പള്ളി പരിസരത്തേക്ക് ഓട്ടം പോയി മടങ്ങി വാടാനപ്പള്ളിയിലെത്തിയപ്പോഴാണ് പണവും പൊന്നുമടങ്ങിയ ബാഗ് ഇനാസിന് കിട്ടിയത്. വാടാനപ്പള്ളി സെന്ററിലെ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU നിർവാഹക സമിതി അംഗമായ ഇനാസ് ഉടൻ തന്നെ യൂണിയൻ പ്രസിഡന്റ് RA മുബീൻ അലിയുമായി ചെന്ന് വാടാനപ്പള്ളി പോലീസിൽ ബാഗ് ഏൽപ്പിച്ചു. വാടാനപ്പള്ളി സ്വദേശിയായ പുതിയ വീട്ടിൽ താഹിറ ഹസന്റേതായിരുന്നു ബാഗ്. ബാഗിനുള്ളിൽ 3.5 പവന്റെ സ്വർണം, 1200 രൂപ, ATM കാർഡുമാണ് ഉണ്ടായിരുന്നത്. സ്റ്റേഷനിൽ വെച്ച് അഡീഷണൽ SI PC വിശ്വനാഥന്റെ സാന്നിധ്യത്തിൽ ബാഗ് ഉടമയ്ക്ക് കൈമാറി. സീനിയർ CPO ഷാഫി, യൂണിയൻ പ്രസിഡന്റ് RA മുബീൻ അലി എന്നിവർ ഡ്രൈവറെ അനുമോദിച്ചു.
എടമുട്ടം കൊച്ചുവീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ കമലാക്ഷി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ബീന, പരേതനായ രജീഷ് എന്നിവർ മക്കളും രാമൻകുട്ടി മരുമകനുമാണ്. പെരിഞ്ഞനം ടെലിഫോൺ എക്സ്ചേഞ്ചിനടുത്ത് കുറ്റിക്കാട്ട് പരേതനായ ബാവയുടെ ഭാര്യ കൊച്ചുബീവി നിര്യാതയായി. 94 വയസ്സായിരുന്നു. പരേതനായ ഖാദർ, അബ്ബാസ്, അഷറഫ്, പരേതയായ ഐഷു, കയ്യ, നബീസ എന്നിവർ മക്കളും സുബൈദ, റംലത്ത്, ഖദീജാബി, ബീര ഉണ്ണി, മുഹമ്മദ്, അബ്ബാസ് എന്നിവർ മരുമക്കളുമാണ്. കയ്പമംഗലം കൊപ്രക്കളം ചിറക്കൽ തളിക്കുളം മുഹമ്മദ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. ബീവാത്തു ആണ് ഭാര്യ. റംലത്ത്, ഹുസൈൻ, ഷക്കീല, അഷ്റഫ്, ഷാജിദ എന്നിവർ മക്കളും ജമാൽ, അബ്ദുൽ സലാം, ഷാജഹാൻ, മെജീന, ലൈല എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും ഒരു വിഷുക്കാലം കൂടി. കണ്ണനെ കണി കാണാൻ വീടും വീട്ടുകാരും ഒരുങ്ങി. തൃപ്രയാർ NES തീരത്ത് മതിവര കാഴ്ചകളുമായി പുഷ്പോത്സവം തുടങ്ങി. വൈവിധ്യമേറിയ കാഴ്ചകൾ കാണാനെത്തുന്നത് ആയിരങ്ങൾ. കയ്പമംഗലത്ത് മിനി ലോറിക്ക് പുറകിൽ പെട്ടി ഓട്ടോ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. എക്സും നാട്ടുകാരും ചേർന്ന് ഓട്ടോ വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.